ഗൈസ്, എനിക്കൊരു വളരെ ഡിഫറെന്റ് ആയിട്ടൊരു അനുഭവം ഉണ്ടായി. ഷെയർ ചെയ്യാന്ന് വെച്ചു. ഞാൻ സാധാരണ എൻ്റെ വണ്ടിയിൽ ഒരു ടിന്നിൽ നമ്മൾ സാധാരണ ടൈഗർ ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. നമ്മൾ മൂന്നാർ പോകുമ്പോഴൊക്കെ ഈ കുരങ്ങുകൾ, അതുപോലെ അവിടെയുള്ള പട്ടികളൊക്കെ, പ്രാണികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എലൂര് നമ്മുടെ പാതാളം സൈഡിൽ ഇപ്പോൾ ഒരു ട്രിപ്പ് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ വണ്ടി നിർത്തി ഇറങ്ങിപ്പോയിക്കുമ്പോൾ ഒരു പട്ടി ഓടി വന്നു. ഓക്കെ, എന്നെ കണ്ട് വാലാട്ടി. അപ്പം ഞാൻ വിചാരിച്ചു പാവം വിശക്കുന്നുണ്ടാവുമല്ലോ. ഞാനപ്പോൾ എൻ്റെ ഡിക്കിന്ന് ഞാൻ 2-3 ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തപ്പോൾ അത് ഭയങ്കര ആർത്തിയോടെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എവിടുന്നോ 2 കുഞ്ഞുങ്ങളും കൂടെ ഓടി വന്നു. അപ്പം അവർക്കും ഞാൻ കൊടുത്തു. ഞാനത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിൽ ആദ്യം ഒരാൾ നടന്നു പോകുമായിരുന്നു. അയാൾ അറിയണേ, അത് തന്നെപ്പോലുള്ള ആളൊക്കെയാണ് ഇവരൊക്കെ ഇതാക്കുന്നത്. പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. പട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ തന്റെ ഫോട്ടോ എടുത്ത് ഞാൻ അത് ആൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ വേറെ ആൾ സ്കൂട്ടറിൽ വന്നിട്ട് പറയാം, പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ അറിയാൻ പാടില്ലേ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെയുള്ള എന്താ പറയാ, സ്ട്രീറ്റ് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ വല്ല നിയമം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. എന്നെ സംബന്ധിച്ച് നമ്മൾ പ്രാണികളാണ്. വിശപ്പിന്റെ വിളി മനുഷ്യർക്കും അത് മൃഗങ്ങൾക്കും തുല്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 2 ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടൊന്നും ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അപ്പോൾ അതിന്റെ പേരിൽ എന്നെ പിടിച്ച് ക്രൂശിക്കുകയാണെങ്കിൽ ക്രൂശിക്കട്ടെ. ഞാൻ പറഞ്ഞു, തന്റെ വണ്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നു, ഒരുത്തം ഭീഷണിപ്പെടുത്തും. ഞാൻ ചോദിച്ചു, എന്ത് വർത്താനാണ് കേട്ടാ. ആ കാമുണ്ടാ പണികൾക്ക് 2 ബിസ്ക്കറ്റ് കൊടുത്തു വെച്ചിട്ട്, തനിക്ക് കൊടുക്കണമെങ്കിൽ താൻ വീട്ടിൽ കൊണ്ടേ കൊടുത്തോന്ന്, താൻ അങ്ങനെ കൂട്ടിട്ട് വീട്ടിൽ കൊണ്ടേ കൊടുത്തോന്ന്, ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ലോകം. അപ്പോ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്? അപ്പൊ ഇതിനിപ്പോ നമ്മളിപ്പോ ആർക്കും ആരോടൊന്നും പറയാനൊന്നുമില്ല. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഞാൻ പിന്നെ വണ്ടി എടുത്ത് ഞാൻ പോന്നു കേട്ടോ. എനിക്ക് വേറൊരു ട്രിപ്പ് അടിച്ചു. അപ്പൊ ഞാനതുകൊണ്ട് എനിക്ക് അടുത്തൊരു ട്രിപ്പ് അടിച്ചുകൊണ്ട് ഞാൻ പോന്നു. അപ്പൊ എനിക്ക് വേറെ ഒന്നും, ഞാനിപ്പോ ഇവര് പറഞ്ഞുകൊണ്ടൊന്നും ഇത് നിർത്താൻ പോകുന്നൊന്നുമില്ല. ഞാൻ എന്റെ വണ്ടിയിൽ എപ്പോഴും ബിസ്ക്കറ്റും എന്തെങ്കിലും സാധനമൊക്കെ വണ്ടിക്കകത്തുണ്ടാവും. അതിപ്പോ ഈ പറയുന്ന മിണ്ടാപ്പാണികൾ അതിലെ വഴിയെ കടന്ന് കണ്ടാൽ നമ്മൾ അവർക്കൊരു നേരെ ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ കൊടുക്കുന്നത് വലിയൊരു കൊടും പാപമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുക. എന്റെ ഫോട്ടോയോ എന്റെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ജാമ്യമില്ലാത്ത വകുപ്പൊക്കെ ഉണ്ടാക്കി അറസ്റ്റ് ചെയ്ത് എന്നെ ജയിലിൽ കൊണ്ട് അടക്കി. അതൊക്കെ നല്ലത് കേട്ടോ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ലോകം എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ്. ആർക്കും ഒന്നും കൊടുക്കരുത്. ഇങ്ങനെ കൈ കെട്ടിയിട്ട് മിണ്ടാതെ ഇങ്ങനെ പോവുക, അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നടക്കട്ടെ. നമ്മൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞാൽ ഇന്നൊന്നും ഇവിടെ ഒന്നും നിൽക്കില്ല. കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന